ഒരു സൈഡില് ഷഹാബ് ഷെരീഫ് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ, ഇപ്പുറത്ത് പാകിസ്ഥാന്റെ ആർമി ചീഫ് അസിഫ് മുനീർ. ഇത് ഇന്ത്യക്ക് പ്രശ്നമുണ്ടാക്കുന്ന രീതി തന്നെയാണ്. എത്ര പറഞ്ഞാലും ഈ പറയുന്ന മാക്രി സംഘപരിവാർ എന്തു പറഞ്ഞാലും ഇത് ഇഷ്യൂ തന്നെയാണ്. അമേരിക്ക വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്ത് സംഭവിക്കാനുണ്ട്. അതിനെപ്പറ്റിയുള്ള ചില ഇൻറ്റൻഷനും ചില കാര്യങ്ങളും എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ അസസ്മെൻറ്റും അനാലിസിസും ഞാൻ ഈ വീഡിയോയിൽ പറയും. നിങ്ങൾക്ക് വേണവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് കേൾക്കണ്ട. മനസ്സിലാക്കുക, ഇതൊരു ചെറിയ ഇടപാടല്ല ഉണ്ടായേക്കുന്നത്. പാകിസ്ഥാൻ അമേരിക്കയുമായിട്ട് അതിനുശേഷം ട്രേഡ് ഡീല് നടത്തി. ഏറ്റവും ചെറിയ രീതിയിൽ 12-13% ഉള്ളൂ. ഇന്ത്യക്ക് പ്യുണിറ്റീവ് ടാരിഫാണ് 24-25%. റെസിപ്രോക്കൽ ടാരിഫും ബാക്കിയെല്ലാം കൂടെ ചേർത്ത് റഷ്യൻ ക്രൂഡുമായിട്ട് ചേർത്ത് ഏകദേശം 58% ടാരിഫ് അടിച്ചു വന്നേക്കുവാണ്. ഇന്ത്യൻ ഡെലിഗേറ്റ്സിനെ അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും കാണാൻ കൂട്ടാക്കിയില്ല. ഞാൻ കൃത്യമായിട്ട് ഇത് പറയുന്നത്. ശശി തരൂരിന്റെ പോക്ക് പോലും ഡാം ഫെയിലിയർ ആയിരുന്നു. ഇപ്രാവശ്യം ജയശങ്കറിന്റെ പോക്കിനെ പറ്റി ഞാൻ വീഡിയോ പറഞ്ഞു. അതും പൊളിഞ്ഞു പോയി. അവിടെ ചെന്ന് UN അമേരിക്കയുടെ ഡബിൾ സ്റ്റാൻഡേർഡ് പേരെടുത്ത് പറയാതെ പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി പോയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം 0 വിസിബിൾ അല്ലാതായി. ആരുടെയാണ് ഡിപ്ലോമാറ്റിക് ഫെയിലിയർ? എവിടെയാണ് നമ്മളിത് പരാജയപ്പെട്ടത്?